നമസ്കാരം, ഇത് IBN മലയാളം. ദത്തെടുക്കാൻ നിയമമുണ്ട്. വയനാട് ദുരന്തത്തെ തുടർന്ന് അനാഥരായ കുട്ടികളെ ദത്തെടുക്കാൻ താല്പര്യപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നു. എന്നാൽ കൃത്യമായ നിയമങ്ങളിലൂടെ മാത്രമേ ദത്തെടുക്കൽ സാധ്യമാകൂ. പ്രകൃതി ദുരന്തങ്ങളിൽ അനാഥരാകുന്ന കുട്ടികളുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നതാണ് 2015 കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്ത ദത്തെടുക്കൽ നിയമം. ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം ദത്തെടുക്കപ്പെട്ട ചില കുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളാണ് നിയമ ഭേദഗതിക്ക് പ്രേരിപ്പിച്ചത്. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം രൂപീകരിച്ച സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിക്കാണ് രാജ്യത്തെ ദത്ത് നൽകലിന്റെ മേൽനോട്ട ചുമതല. അർഹരായ കുട്ടികളെ അനുയോജ്യരായ വ്യക്തികൾക്ക് ദത്ത് നൽകാനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്കാണ് ഉള്ളത്. ദത്തെടുക്കാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരെ മാത്രമേ ഇതിനായി പരിഗണിക്കൂ. കളക്ടറുടെ തീരുമാനത്തിൽ പരാതിയുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാനാകും. ദത്തെടുക്കുന്നവരുടെയും കുട്ടികളുടെയും പശ്ചാത്തലം, ആരോഗ്യം, പ്രായം ഇവ പരിശോധിച്ച് സമർപ്പിക്കുന്ന ഫാമിലി സ്റ്റഡി റിപ്പോർട്ട്, ചൈൽഡ് സ്റ്റഡി റിപ്പോർട്ട്, ഹെൽത്ത് സ്റ്റഡി റിപ്പോർട്ട് എന്നിവ അടിസ്ഥാനമാക്കിയാണ് കളക്ടർ തീരുമാനമെടുക്കുന്നത്. ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന് ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ദത്തെടുക്കാം. എന്നാൽ സ്ത്രീ പങ്കാളിയില്ലാത്ത പുരുഷന് ആൺകുട്ടിയെ മാത്രമേ ദത്തെടുക്കാനാകൂവെന്ന് ഹൈക്കോടതി അഭിഭാഷകനായ ജോപോൾ ചൂണ്ടിക്കാട്ടി. വയനാട്ടിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള താല്പര്യം സമൂഹ മാധ്യമത്തിലൂടെ മന്ത്രി വീണ ജോർജിനെ അറിയിച്ച കുടുംബത്തോടും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ മന്ത്രി നിർദ്ദേശിച്ചു. ദത്തെടുക്കലിന് പുറമെ പ്രായപൂർത്തിയായ കുട്ടികളെ പോറ്റി വളർത്താനുള്ള അവസരവും ഉണ്ട്. 6 മുതൽ 18 വയസ്സ് വരെയുള്ളവരെയാണ് ഫോസ്റ്റർ കെയറിനായി നൽകുന്നത്. ദത്തെടുക്കാൻ ചെയ്യേണ്ടത്: ദത്തെടുക്കാൻ താല്പര്യപ്പെടുന്നവർ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ വെബ്സൈറ്റിലും ദത്തെടുക്കൽ മാർഗരേഖ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.